Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. കണ്ണൂർ സ്റ്റൈലിലൊരു ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യണത് കുറച്ച് നെയ്യ് ഒഴിച്ച് പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 3 വലിയ സവാള സ്ലൈസ് ചെയ്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ് ആദ്യം ചെയ്യേണ്ടത്. 3 സവാളയും നന്നായി ഫ്രൈ ചെയ്തെടുക്കാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിൽ ഓയിൽ കുറച്ചും കൂടി വേണ്ടി വരും. സ്പൂൺ കൂടി ഇട്ടിട്ട് ഇനി കുറവുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളും നെയ്യായിട്ട് എടുക്കണ്ട, നെയ്യ് എടുക്കണവർക്ക് എടുക്കാം, കുഴപ്പമില്ല. കുറച്ച് വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ട് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന മാതിരി ഒരു പകുതി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ വേഗം നല്ല ക്രിസ്പി ആയിട്ട് സവാള കിട്ടും. ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാൻ വെച്ചത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനത് കോരിയെടുക്കുകയാണ്. നമ്മൾ വീണ്ടും പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സവാള വറുത്തെടുത്ത ഓയിൽ ബാക്കിയുള്ളതിലേക്ക് വീണ്ടും ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നെയ്യ് തനിയെ ഒഴിക്കുന്നവർക്ക് നെയ്യ് തനിയെ ഒഴിക്കാം. അങ്ങനെ ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണത്. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ, ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ തക്കാളി 4 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. 4 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് ചൂടാവുന്നത് വരെ വെക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. അപ്പം ആദ്യം നമുക്കൊരു 2 മിനിറ്റ് ഇത് ഇങ്ങനെ ചൂടാവാനായിട്ട് വെക്കാം. തക്കാളി ഇപ്പം നന്നായി ചൂടായി ഇതായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാനൊരു ആദ്യം 1/4 കപ്പ് ഒഴിച്ചു നോക്കാം. എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം. നമുക്ക് വെള്ളം കറക്റ്റ് ഇതിൻ്റെ മേലെ നിൽക്കുന്ന മാതിരി വേണം. അപ്പം 1/2 കപ്പ് തന്നെ ഒഴിക്കാം. ഇങ്ങനെ ഇനി ഇത് 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ വെച്ചിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞു തക്കാളി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി, അതായത് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. വെളുത്തുള്ളി ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വിരലിൻ്റെ നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ചതച്ചാണ് എടുത്തിരിക്കുന്നത്, അരച്ചല്ല. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇടണത് പച്ചമുളകാണ്. പച്ചമുളകും ചതച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാം. എരിവ് കുറവുള്ള മുളകാണെങ്കിൽ കൂടുതലെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അത് എടുക്കേണ്ടത്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വരെ, അതായത് ഇത് നന്നായി വെന്ത് ഇതിൽ മിക്സായി വരുന്നത് വരെ ഇടണം. മൂടി വെച്ചിട്ട് വേവിക്കണം. നമ്മൾ മസാല വെച്ചത് റെഡി ആയിട്ടുണ്ട്. അതിലത്തെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി തുടങ്ങി, എണ്ണ തെളിഞ്ഞ് വന്നതുണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇവിടെ ഞാൻ അങ്ങനെ ബിരിയാണിയുടെ കട്ടായിട്ട് അങ്ങനെയൊന്നല്ല കട്ട് ചെയ്തിരിക്കണേ. ഇത് മൊത്തമായിട്ട് നമുക്ക് കടയിൽ അവർ കട്ട് ചെയ്ത് തന്ന പോലെ തന്നെയാണ്, ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനെയാണുള്ളത്. എല്ലാ പീസും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒരു ചിക്കൻ പകുതി വേവുന്നത് വരെ, ഹാഫ് കുക്ക് ആവുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പിന്നെ നമുക്ക് റൈസ് വെക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ ഇത് മസാല ആവുന്ന സമയം കൊണ്ട്. അപ്പോൾ 2-3 ഏലക്കായ, ഒരു 2-3 ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെപ്പോഴും പറയുന്ന പോലെ തന്നെ, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് റൈസ് ചെയ്യണത്. അത് നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം, ഞാൻ 4 ഗ്ലാസ് അരിക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ 6 ഗ്ലാസ് വെള്ളം ആണ് ഒഴിക്കുന്നത്. 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കാം. ആ തിളപ്പിക്കുന്നതിലേക്കാണ് ഞാൻ, തിളച്ച് വരുന്ന വെള്ളത്തിലേക്കാണ് ഞാൻ റൈസ് ഇടേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് റൈസ് നേരെ ഇട്ടിട്ട് അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് എപ്പോഴും ജീരകശാല റൈസാണ്. അതിലേക്ക്
എനിക്ക് 4 കപ്പ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അങ്ങനെ തന്നെ ഒഴിക്കാവുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം, അല്ല നമ്മുടെ റൈസിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ബിരിയാണി റൈസ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരും, അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ബസ്മതി റൈസ് ആണെങ്കിൽ വ്യത്യാസം വരും. അപ്പം ഇവിടെ ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ ബിരിയാണിക്ക് വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാനിനി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് കഴുകി വെച്ചിരുന്ന റൈസാണ്. അതിട്ട് ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റിൽ, ജീരകശാല ആകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റായി കുക്കായി വരും. വെള്ളമെല്ലാം വറ്റി ഊറ്റിയെടുക്കണ മാതിരിയല്ല ചെയ്യണത്. ഊറ്റിയെടുക്കണ മാതിരിയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വെള്ളം വെച്ചിട്ട് ചെയ്യണം. അതാ നമ്മൾ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. മസാല ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചിക്കൻ എടുത്താൽ മതി. ഇത് ചിക്കൻ കുറച്ച് കൂടുതലുള്ള മസാല കുറഞ്ഞു പോയി. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ലൈം ജ്യൂസാണ്. 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് അത് ഇതിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്യണത് ഗരം മസാലപ്പൊടിയാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല, 1.5 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി വെക്കാം. നമ്മളിതാ ലൈമും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത ഒനിയൻ ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കുറച്ച് മാത്രം നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ടി, റൈസിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു. ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഗ്രേവി ഒന്ന് കട്ടിയാവുന്നത് വരെ വെക്കുക. അതിന് അതാണ് നമ്മൾ ചിക്കൻ എല്ലാം ഇൻഗ്രീഡിയൻസും ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ഇടാനില്ല. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടുകയാണ് ചെയ്യേണ്ടത്. അപ്പം അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് ചാറ്. ഇനി അധികം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദമ്മിടുമ്പോൾ ഒന്നുമില്ലാത്ത മാതിരി ഇരിക്കും. പിന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഇപ്പം നമ്മൾ ദമ്മിടാൻ പോവാണ്. ദമ്മിടുന്നത് 2 വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഈ കറി മൊത്തം ആദ്യം വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ റൈസ് മൊത്തം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹാഫായിട്ട് എടുത്തിട്ടും ചെയ്യാം. അപ്പം ഇവിടെ ഞാൻ അടിയിൽ കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലേക്കാണ് ബാക്കി റൈസ് മാറ്റി വെച്ചിരിക്കുകയാണ് വേറെ പാത്രത്തിലേക്ക്. ഇനി ഇതിലേക്ക് ഞാൻ കറി ആഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ആ ഗ്രേവി എല്ലാം അതിൽ ചേരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ദമ്മിടാതെയും ഉപയോഗിക്കാം, അതിനും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കറി സെപ്പറേറ്റ് ആയിട്ടും റൈസ് സെപ്പറേറ്റ് ആയിട്ടും വെച്ചിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. ദമ്മിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇത്ര ഇട്ടിട്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ മാറ്റി വെച്ച റൈസ് കുറേശ്ശെയായിട്ട് തട്ടിക്കൊടുക്കുകയാണ്. ദമ്മിടാനായിട്ട് അടിയിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന മാതിരി തന്നെ ഒരു ദോശയുടെ തവയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സിമ്മിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിൽ ബാക്കിയുള്ള ഒനിയൻ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില കുറച്ച് ബാക്കിയുള്ളത് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. അധികമൊന്നും വേണ്ട, കുറേശ്ശെ ഓരോ ഡ്രോപ്പ് വീതം അവിടെ ഇവിടെയും വീഴുന്ന മാതിരി. ഇതാ ഇഷ്ടം വേണ്ട, ഇത് നെയ്യ് അധികമാവും എന്നുള്ളവർക്ക് വേണ്ട, യൂസ് ചെയ്യണ്ട. പിന്നെ ഒരു നുള്ളു നമ്മുടെ ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്നുകിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ദമ്മാക്കി എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൂടി തന്നെ ടൈറ്റായി വെച്ച് യൂസ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെച്ച് ഫുൾ ദമ്മായി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് വെറുതെ മൂടി വെച്ചെടുക്കുന്നുള്ളൂ. ഇതിൻ്റെ മേലെ ഞാൻ ഒരു വെയിറ്റുള്ള കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം.
നല്ല മണം വരുന്നുണ്ട്. ഒരു സൈഡിലേക്ക് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചിക്കൻ്റെ പീസുകളും ഗ്രേവിയൊക്കെ. ഇനി നമുക്കിത് ടേസ്റ്റർ ബ്രോന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം, എന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റർ ബ്രോ ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയും. സൂപ്പറായിട്ട് അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രൈഡ് ഓണിയന്റെയും ടൊമാറ്റോടെയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.